റസൂലുള്ളാഹിയെ പിടിച്ചു കയറ്റി അവിടുത്തെയോടുള്ള പ്രേമം കൊണ്ട് ഹൃദയം നിറയ്ക്ക്. നിന്റെ ചുണ്ടുകൾ സ്വലാത്ത് കൊണ്ട് ചലിക്കട്ടെ. പണ്ട് ഞാൻ കാലുള്ള കാലത്ത് പ്രസംഗിക്കുന്ന പ്രസംഗമുണ്ടായിരുന്നു. ആ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞ വാക്കുകൾ ആവർത്തിക്കുകയാ. നീ നിന്റെ ടൂ വീലർ ഓടിക്കുമ്പോൾ, നിന്റെ കയ്യിൽ ആക്സിലേറ്റർ നിന്റെ കയ്യമരുമ്പോൾ, എന്റെ പൊന്നുമോനെ നീ ഓട്ടോറിക്ഷ ഓടിക്കുമ്പോൾ, നീ കാർ ഓടിക്കുമ്പോൾ, സ്റ്റിയറിംഗിൽ നിന്റെ കയ്യമരുമ്പോൾ, നിന്റെ കൈ കൊണ്ട് നീ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ, നീ ടൂ വീലറിന്റെ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ, നീ ഓട്ടോറിക്ഷയുടെ ആക്സിലേറ്ററിൽ അമർത്തുമ്പോൾ, നിന്റെ ചുണ്ടുകൾ ചലിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്വലാത്ത് കൊണ്ട് നീ ഒന്ന് നടന്നു നോക്ക്. ഈ സ്വലാത്ത് നിനക്ക് സമാധാനം പകരും, നിന്റെ മനസ്സിന് സമാധാനം പകരും. അനുഭവസ്ഥനാ പറയുന്നത്, അനുഭവസ്ഥനാ. അണ്ണാച്ചി പോലീസുകാരന്റെ മുന്നില്, തമിഴ്നാട്ടിലെ ജയിൽ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പില് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ സമ്മതിക്കാതെ കക്കൂസിൽ പോകുമ്പോ പോലും തോക്കും കൊണ്ടുവന്ന് മുന്നിൽ നിന്നവൻ കഴുത്തിൽ കൊണ്ട് തോക്ക് വെച്ചിട്ട് അകത്ത് കയറിപ്പോയില്ലെങ്കിൽ വെടിവെക്കുമെന്ന് പറഞ്ഞ DIG ഉൾപ്പെടെ, എസ്ര ഉൾപ്പെടെയുള്ള DIGമാരുടെ മുന്നില് എല്ലാ അപകടങ്ങളെയും നേരിട്ടുകൊണ്ട് പാതിരാത്രിയുടെ നിശബ്ദതയില് രോഗം കാരണം ഉറക്കമില്ലാത്ത രാത്രികൾ കഴിച്ചു കൂട്ടിയപ്പോൾ എന്റെ മനസ്സിനെ പിടിച്ചു നിർത്തിയത് എന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ. മക്കളെ, എന്റെ റസൂലുള്ളാഹിയോടുള്ള സ്നേഹമാ, എന്റെ പ്രവാചകന്റെ പേരിൽ ചൊല്ലിയ സ്വലാത്താ. സ്വലാത്ത് മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഒരിക്കൽ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ചിരിച്ചു കൊണ്ടുവരുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ജിബ്രീലേ, ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ, സാധാരണ ഇല്ലാത്ത സന്തോഷമാണല്ലോ ഇത്. അതേ, ഇന്ന് അങ്ങയ്ക്ക് വളരെ സന്തോഷമുണ്ടാകുന്ന ഒരു കാര്യം പറയാൻ വന്നതാ. അതുകൊണ്ടാ വല്ലാത്ത സന്തോഷം. എന്താ ജിബ്രീലേ പറ? അല്ലാഹു എന്നെ ഏൽപ്പിച്ചു വിട്ടിരിക്കുന്നു. ആര് അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നോ അവന്റെ മേൽ അല്ലാഹു അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുമെന്ന് പറയാൻ. ആര് അങ്ങയുടെ പേർ സലാം ചൊല്ലുന്നോ അവന്റെ മനസ്സിന് സമാധാനം ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്ന് പറയാൻ അല്ലാഹു എന്നെ ഏൽപ്പിച്ചു വിട്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് സുജൂദിലങ്ങ് വീണു, ശുക്രിന്റെ സുജൂദ് ചെയ്തു. ഇതൊക്കെ എത്രയെത്ര സംഭവങ്ങളാ, സ്വലാത്തിനോട് ബന്ധപ്പെട്ട സംഭവങ്ങള്. ഇബ്നു ഹജർ അൽ മക്കി പറഞ്ഞില്ലേ, സ്വലാത്ത് ചൊല്ലിയ സാലിഹായ മനുഷ്യൻ റസൂലുള്ളാഹിയെ സ്വപ്നം കാണുകയാ. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ വന്ന് പറയുകയാ, ആ സ്വലാത്ത് ചൊല്ലുന്ന ചുണ്ടൊന്ന് തന്നേ, ആ ചുണ്ടിൽ ഞാനൊരു മുത്തം തരട്ടെ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ചുണ്ട് തന്റെ ചുണ്ടിൽ മുട്ടാൻ ലജ്ജിച്ച മഹാന് ചുണ്ട് മാറ്റിയിട്ട് കവിള് കാണിച്ചു കൊടുത്തു. ഹബീബായ നബി കവിളിൽ മുത്തി. അത് കഴിഞ്ഞിട്ട് അങ്ങനെ അതാ ഞെട്ടി ഉണരുകയാണ്. ആഴ്ചകളോളം തന്റെ കവിളിൽ നിന്ന് സുഗന്ധം അടിച്ചു വീശിക്കൊണ്ടിരുന്നു. എന്റെ